അധർമ്മകാരിയായ പിതാവിന്റെ തലവെട്ടിയെടുത്ത് വാൾത്തുണ്ടിൽ കോർത്തുകൊണ്ടുവന്ന് അങ്ങയുടെ മുന്നിൽ കൊണ്ട് കാണിക്ക വെച്ച അബൂബൈദയും ആ കൂട്ടരുമുണ്ടല്ലോ നബിയേ. അവരുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ഈമാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലാഹുവിന്റെ പ്രത്യേക സഹായം കൊണ്ട് അല്ലാഹു അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. വീണ്ടും പറയുന്നു, പിതാവിന്റെ തലവെട്ടിയെടുത്തു കൊണ്ടുവന്ന മകനും കൂട്ടരുമുണ്ടല്ലോ. അടിവാരത്തിലൂടെ അരുവിയൊഴുകുന്ന സ്വർഗത്തിൽ അല്ലാഹു അവരെ കടത്തുന്നതാണ് നബിയെ. എന്നിട്ടും തീരുന്നില്ല. വീണ്ടും പറയുന്ന നബിയെ, അവരാരാണെന്നറിയുമോ? അക്രമിയായ പിതാവിന്റെ തലവെട്ടാൻ തന്റെ ഇടം കാണിച്ച മകനും കൂട്ടരുമുണ്ടല്ലോ. ഉലൈക ഹിസ്ബുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ പാർട്ടിയാണ് നബിയെ. അക്രമികളോട് യുദ്ധം ചെയ്യുന്നവർ, അധർമ്മകാരികളോട് യുദ്ധം ചെയ്യുന്നവർ, അക്രമികളോട് സമരം പ്രഖ്യാപിക്കുന്നവർ, അവർ അല്ലാഹുവിന്റെ പാർട്ടിയാണ് നബിയെ. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അല്ലാഹുവിന്റെ പാർട്ടിയാണ് വിജയം വരിച്ചവർ നബിയെ. അല്ലാഹു തെറ്റ് ചെയ്യുന്നവരോട്, അധർമ്മകാരികളോട്, അക്രമികളോട്, അല്ലാഹുവിനോടും പ്രവാചകനോടും യുദ്ധം പ്രഖ്യാപിച്ചവരോട് സന്ധിയാകാൻ സത്യവിശ്വാസിക്ക് കഴിയില്ല. അവരോട് സന്ധിയാകാതെ അവരോട് പോരാടുന്നവർ ഉലൈക ഹിസ്ബുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ പാർട്ടിയാണ്. അല്ലാഹുവിന്റെ പാർട്ടിയാണ് മക്കളെ, അല്ലാഹുവിന്റെ പാർട്ടി. അധർമ്മകാരികളോട് പോരാടുന്നവർ അല്ലാഹുവിന്റെ പാർട്ടിയാണ്. അക്രമികളോട് പോരാടുന്നവർ അല്ലാഹുവിന്റെ പാർട്ടിയാണ്. ആ അല്ലാഹുവിന്റെ പാർട്ടിയാകാൻ നമുക്ക് കഴിയണം. സന്ധിയാകാൻ, അക്രമികളോട് സന്ധിയാകാൻ നമുക്കൊരിക്കലും പാടില്ല. അധർമ്മകാരികളോട് സന്ധിയാകാൻ നമുക്കൊരിക്കലും പാടില്ല. അബൂ ഉബൈദമാർ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. തെറ്റ് ചെയ്യുന്നത് സന്ധയായാല് ആ പിതാവിന്റെ തല വെട്ടിയെടുക്കാൻ ദാർഷ്ട്യം കാണിച്ച അബൂ ഉബൈദമാർ അല്ലാഹുവിന്റെ പാർട്ടിയാണെന്ന് ഖുർആൻ പറഞ്ഞെങ്കിൽ ആ ഖുർആൻ നെഞ്ചോടടിപ്പിക്കുന്നത് തീവ്രവാദമാണെങ്കിൽ ആ തീവ്രവാദികളാകാൻ മുസ്ലിം സമുദായം ഇഷ്ടപ്പെടേണ്ടതുണ്ട്. ആ തീവ്രവാദത്തെ മുസ്ലിം സമുദായം ഉൾക്കേണ്ടതുണ്ട്. കാരണം അക്രമികളോട് സന്ധിയാകാതിരിക്കുക, പള്ളി പൊളിക്കുന്നവരോട് സന്ധിയാകാതിരിക്കുക, മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നവരോട് സന്ധിയാകാതിരിക്കുക, മുസ്ലിം സ്ത്രീകളുടെ മാനം കെടുത്തുന്നവരോട് സന്ധിയാകാതിരിക്കുക, മുസ്ലിം സഹോദരിമാരെയും സഹോദരന്മാരെയും വെട്ടിമുറിക്കുന്നവരോട് സന്ധിയാകാതിരിക്കുക, ഇസ്ലാമിക സംസ്കാരം നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് സന്ധിയാകാതിരിക്കുക. അവരോട് സന്ധിയാകാൻ സത്യവിശ്വാസികൾക്ക് കഴിയില്ല. നമുക്ക് സന്ധിയാകാൻ പറ്റില്ല മക്കളെ. നമുക്ക് അധർമ്മകാരികളോട് സന്ധിയാകാൻ പറ്റില്ല. അക്രമത്തിനെതിരെ പടപൊരുതിയ ഹംസയെ നിങ്ങൾ അറിയും, ജഅഫർ ബിൻ അബീ താലിബിനെ നിങ്ങൾ അറിയും. വലത് കൈയിൽ കൊടി പിടിച്ചുകൊണ്ട് പോയപ്പോൾ, വലത് കൈയിൽ വെട്ടുകൊണ്ടപ്പോൾ, വെട്ടുകൊണ്ട വലത് കൈയിൽ സ്റ്റിച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പോവുകയല്ല ചെയ്തത്. കൈ ഇറ്റു വീണപ്പോൾ ബഹുമാനപ്പെട്ട ജഅഫർ ബിൻ അബീ താലിബ് ചെയ്തതെന്താ? വലത് കൈയിലിരുന്ന കൊടി ഇടത് കൈ കൊണ്ട് കയറി പിടിച്ചു. എന്നിട്ട് വലത് കൈ ഇങ്ങനെ ഇറ്റ് കിടക്കുന്നത് ഈ യുദ്ധത്തിന്റെ അങ്കണത്തിന് മുന്നോട്ട് പോകാൻ ഈ ഇറ്റ് കിടക്കുന്ന കൈ തടസ്സമായപ്പോൾ ആ ഇടത് കൈ താഴ്ത്തിക്കൊണ്ടുവന്നിട്ട് വെട്ടുകൊണ്ട് ഇറ്റ് കിടക്കുന്ന വലത് കൈ പൊക്കിയെടുത്തിട്ട് ആ ഇറ്റ് കിടക്കുന്ന തൊലി കടിച്ചു മുറിച്ച് കൈ നിലത്തിട്ട് ആ കൈ താഴെ കിടന്ന് പിടയ്ക്കുന്നത് കണ്ടപ്പോൾ, കയ്യെ നീ വെറും ഒരു കൈയല്ലേ, നീ അവിടെ കിടക്കുക എന്ന് പറഞ്ഞ് വലത് കൈ താഴെ കിടന്ന് പിടച്ചപ്പോൾ ഇടത് കൈയിൽ കൊടി പിടിച്ചുകൊണ്ട് നിലായിക്കണത്തിൽ മുന്നേറിയ ജഅഫർ ബിൻ അബീ താലിബ്, ആ ജഅഫർ ബിൻ അബീ താലിബിന്റെ ഇടത് കൈയിൽ വെട്ടുകൊണ്ടപ്പോൾ ഇടത് കൈയിൽ നിന്നും ഇസ്ലാമിന്റെ കൊടി താഴെ വീഴാതെ, അത് ഇസ്ലാമിന്റെ യുദ്ധത്തിന്റെ പ്രതീകമാണ് ആ കൊടി, ആ കൊടി താഴെ ഇടരുതെന്ന് പറഞ്ഞ് വലത് കാലുകൊണ്ട് ആ കൊടി കയറി പിടിച്ച ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു വലത് കാലിനും വെട്ടുകൊണ്ട് ഇടത് കാലിനും വെട്ടുകൊണ്ട് ശരീരത്തിൽ 80-ലധികം വെട്ടുകൊണ്ട് നിലത്ത് വീഴുന്നത് വരെ ദീനിന്റെ അങ്കണത്തിൽ പടപെടുന്ന ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു അവരൊക്കെ ഈ ദീൻ നിലനിർത്താൻ വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായിരുന്നു മക്കളെ. ഇന്ന് അല്ലാഹുവിന്റെ ഭവനങ്ങൾ തകർക്കപ്പെടുമ്പോൾ, അല്ലാഹുവിന്റെ വീടുകൾ നശിപ്പിക്കപ്പെടുമ്പോൾ, ദീനിന്റെ മക്കൾ വെട്ടുമുറിക്കപ്പെടുമ്പോൾ, മുസ്ലിം സഹോദരിമാർ മാനഭംഗപ്പെടുത്തപ്പെടുമ്പോൾ അതെല്ലാം കണ്ടിട്ട് നിസ്സംഗതയോടെ നിൽക്കണോ? അതേ ഹംസയാകണോ? കുറെ ഹംസമാരെയുള്ള ആവശ്യമുണ്ട് മക്കളെ, ജാഫർമാരെ ആവശ്യമുണ്ട് മക്കളെ, ബിലാലുമാരെ ആവശ്യമുണ്ട് മക്കളെ. അതുകൊണ്ട് ഹംസയാകാൻ തയ്യാറാകൂ മക്കളെ, ബിലാലാകാൻ തയ്യാറാകൂ മക്കളെ, ജഅഫർ ബിൻ അബീ താലിബാകാൻ തയ്യാറാകൂ മക്കളെ, അബൂ ഉബൈദത്തുൽ ജറാഹാകാൻ തയ്യാറാകൂ മക്കളെ. അക്രമത്തിനും അധർമ്മത്തിനുമെതിരെ സന്ധിയില്ലാത്ത സമരത്തിൽ ഏർപ്പെടാൻ തയ്യാറാവുക മക്കളെ.
അതിന് അള്ളാഹു തൗഫീഖ് ചെയ്യുന്നതാണ്. എപ്പോഴും അക്രമത്തിനെതിരായ മനസ്സ് നമുക്ക് വേണം. അധർമ്മകാരികളോട് സന്ധിയാകാതിരിക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ കൂടി പരാമർശിച്ചുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്റെ സഹോദരന്മാരെ. കാരണം ഇന്നത്തെക്കാൾ കുറച്ചുകൂടി നേരത്തെ എത്തുക ഒന്ന്. മറ്റൊന്ന് അന്വേഷണത്തിന് വേണ്ടി സംഘടിപ്പിച്ച പരിപാടിയായി ഇവിടെ നിൽക്കുന്ന സഹോദരന്മാരെ കണ്ടിട്ട് പലരുടെയും മുഖം കണ്ടിട്ട് അങ്ങോട്ട് കാശ് കൊടുക്കാൻ തോന്നുന്നു. ഈ അനുഗ്രഹീതമായ വിശുദ്ധ റമളാന്റെ രാത്രി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം